അടുത്തൊരു സിമ്പിൾ ടോപ്പിക്. ഓക്കെ, എന്താണ് കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. നമ്മൾ കറണ്ട് ക്യാരിയിങ് ലൂപ്പിനെ പറ്റി പറഞ്ഞില്ലേ. കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ കൂടെ ഇപ്പോൾ ഒരു ലൂപ്പിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടു, അപ്പോൾ കറണ്ട് ക്യാരിയിങ് ലൂപ്പായി. അതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരാം. ഇതാണ്ടേ, ഇതായിരുന്നു നമ്മുടെ ലൂപ്പ്. ഓർമ്മയുണ്ടോ? ഇതിൻ്റെ റേഡിയസ് ആർ അല്ലേ? ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ഒക്കെ എടുത്താണ് നമ്മൾ ചെയ്തത്. ഓർമ്മയുണ്ടോ? ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, ഇതല്ല ഏതൊറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയേണ്ട ഇക്വേഷനാണ്. പണ്ട് പഠിച്ചത് μ0/4π. പറ, μ0/4π 2π I r² divided by r² plus x² the whole raised to 3/2 എന്നാണ് ഞാൻ പഠിപ്പിച്ചത് അല്ലേ. b is equal to μ0/4π 2π I r² plus x² the whole raised to 3/2. ഇതല്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഇതിനകത്ത് r എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ് ആണ് എക്സിനേക്കാളും. ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഏതിനെ വേണമെങ്കിൽ ഒഴിവാക്കാം, എക്സിനെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ എക്സിനെ ഒഴിവാക്കിയാൽ ഈ ഇക്വേഷൻ എങ്ങനെയാവും? നിങ്ങൾ തന്നെ പറയും പെട്ടെന്ന്. b is equal to എന്താവും? b is equal to ഇതിനകത്ത് എക്സ് അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എന്തായി? μ0/4π 2π I r² divided by പെട്ടെന്ന് പറയൂ. ഇതങ്ങ് പോയാൽ ഇത് r² the whole raised to 3/2. അപ്പോൾ എന്ത് വരും? r³ എന്ന് വരും അല്ലേ? r³. പേടിക്കരുത്. ഇനി πr² എന്ന് പറഞ്ഞാൽ എന്താണ്? πr² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൂപ്പിൻ്റെ ഏരിയ അല്ലേ? ലൂപ്പിൻ്റെ ഏരിയ ഞാൻ ക്യാപിറ്റൽ എ എന്ന് എടുക്കട്ടെ. അപ്പോൾ ക്യാപിറ്റൽ എ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായി? b is equal to μ0/4π പറഞ്ഞു 2i അതുപോലെ എഴുതി, റൗണ്ടിൽ കിടക്കുന്നത് a ആണ്, ഡിവൈഡഡ് ബൈ r³ എന്നാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇത് നമ്മൾ ഫെമിലിയർ ആണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലോ മാഗ്നറ്റിസത്തിലോ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ഇക്വേഷൻ എന്താണ്? E is equal to 1/4π ε0 പറയും 2p/r³. സ്മോൾ ആർ ആണ് അവിടെ ഞാൻ പഠിപ്പിച്ചത്. സ്മോൾ ആറിന് പകരം ഞാൻ ക്യാപിറ്റൽ ആർ ഇട്ടെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ക്യാപിറ്റൽ r³. ഓക്കെ, ഇനി മാഗ്നറ്റിസത്തിൽ ഇപ്പം ഞാനൊരു ഇക്വേഷൻ പഠിപ്പിച്ചേ ഉള്ളൂ. പറയൂ. b is equal to ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് μ0/4π പെട്ടെന്ന് പറ 2m/r³ എന്നാണ് അല്ലേ? പഠിച്ചത് ഇപ്പം അങ്ങോട്ട് പഠിച്ചതല്ലേ ഉള്ളൂ. ഈ ഇക്വേഷൻസ് തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഒന്നുകിൽ ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടും, ഇത് ഏതെങ്കിലും നോക്കുക. ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിയിട്ട് ഒന്ന് കമ്പാരിസൺ നടത്തൂ. എന്താണ്? എന്തിന് പകരം ഈ രണ്ട് ഇക്വേഷൻ നോക്കിയേ. അതാണ്ട് ഇത് രണ്ടും ഒന്ന് നോക്കും. ഇത് രണ്ടും നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നോ? എന്താണ് തോന്നിയത്? μ0/4π രണ്ടിലുണ്ട്, r³ രണ്ടിലുണ്ട്, 2 രണ്ടിലുണ്ട്. എമ്മിന് പകരം അവിടെ എന്താണ്? IA. അപ്പോൾ എമ്മിന് പകരം എന്താണ്? IA. ഇതാണ് എനിക്ക് കിട്ടിയത്. കമ്പാരിസൺ നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഈക്വലൻ്റ് ആണ് അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസും ഈക്വലൻ്റ് ആണ്. ഇതെവിടുത്തെ ഫീൽഡാണ്? ഡൈപോളിൻ്റെ ഡൈപോളിൻ്റെ ആക്സിയൽ ഫീൽഡാണ്. ഡൈപോളിൻ്റെ ആക്സിയൽ ഫീൽഡിൻ്റെ ആൻസറുമായിട്ട് ഈക്വലൻ്റ് ആണ്. അപ്പോൾ അവിടെ എമ്മിന് പകരം എന്താണ്? IA. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചത് സർക്കുലാർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ്. സർക്കുലാർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഇരിക്കുന്നത്. അത് ആർക്ക് ഈക്വലൻ്റ് ആണ്? ആക്സിയൽ ഫീൽഡിൻ്റെ ഒരു എന്താണ് ഷോർട്ട് ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ഫീൽഡിന് ഈക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്തെന്നാണ്? നമ്മുടെ സർക്കുലാർ ലൂപ്പിൻ്റെ ഒരു സൈഡ് നോർത്തും മറ്റേ സൈഡ് സൗത്തുമാണ്. നിങ്ങൾക്ക് ഒരു ചക്കയും മനസ്സിലായില്ല. എന്താണ്? പഴം പോലെ ഇരിക്കുകയാണ്. എന്താണ്? എടാ, ബാർ മാഗ്നറ്റിനെങ്കിലും കേട്ടിട്ടുണ്ടോ? ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ഫീൽഡ് അല്ലേ ഇരിക്കുന്നത്. ഇത് മനസ്സിലായില്ലേ? നമ്മൾ ഷോർട്ട് ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അതാണ് ഇക്വേഷൻ. ഇനി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ കാര്യമാണ്? സർക്കുലാർ ലൂപ്പിൻ്റെ കാര്യമാണ്. സർക്കുലാർ ലൂപ്പിൻ്റെ ഇക്വേഷൻ ഇത് ഒരുപോലെ ഇരിക്കുന്നെന്ന്.
അപ്പോൾ കണ്ടാൽ ഒരുപോലെ. അപ്പോൾ എന്താണ് പറയൂ? അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രണ്ടുപേരുടെ അച്ഛൻ ഒന്നാണ് എന്നാണ് അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അല്ല. അപ്പോൾ എന്താണ് രണ്ടിനെ കണ്ടിട്ട് ഒരുപോലെ തോന്നുന്നു. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ രണ്ട് ഇക്വേഷനും സിമിലർ ആണ്, രണ്ട് ഇക്വേഷൻസും ഈക്വലൻ്റ് ആണ്. അപ്പോൾ μ0/4π μ0/4π 2 r³ അപ്പോൾ m/a. അപ്പോൾ എന്താണ്? അപ്പോൾ മനസ്സിലായ കാര്യം, സർക്കുലാർ ലൂപ്പിൻ്റെ ഇക്വേഷൻ എന്തിൻ്റെത് പോലെ ഇരിക്കുന്നു? ഡൈപോളിൻ്റെ ഇക്വേഷൻ പോലെ ഇരിക്കുന്നു. അതായത് സർക്കുലാർ ലൂപ്പിൻ്റെ ഒരു എൻഡ് നോർത്ത് ആണെങ്കിൽ മറ്റേ എൻഡ് സൗത്ത് ആണ്. സർക്കുലാർ ലൂപ്പിന് ഒരു കുഞ്ഞു കനമുണ്ട്. ആ ലൂപ്പിന് ഒരു കമ്പിയെ വളച്ചു വെച്ചാൽ ആ കമ്പിക്ക് ഒരു കുഞ്ഞു കനമുണ്ട്. അതാണ് അതിൻ്റെ പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒന്നും കൂടെ ഇവിടെ സർക്കുലാർ ലൂപ്പിൻ്റെ ഇക്വേഷനും ആക്സിയൽ ഫീൽഡിലെ മാഗ്നറ്റിൻ്റെ ഇക്വേഷനും സെയിം ആണ് അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കുലാർ ലൂപ്പിനെ നമ്മൾ മനസ്സിൽ കണ്ടു. സർക്കുലാർ ലൂപ്പിന് ഒരു കുഞ്ഞു കനമുണ്ട്. ഇനി അതിൻ്റെ ഒരു എഡ്ജ് നോർത്ത് ആണെങ്കിൽ മറ്റേ എഡ്ജ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ ഒരു കുഞ്ഞു ദൂരമുണ്ട്. ആ കുഞ്ഞു ദൂരമല്ലേ അതിൻ്റെ കനം അല്ലേ? അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സർക്കുലാർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർക്കുലാർ ലൂപ്പ് എന്ന് പറയുന്നത് എന്തോന്നാണെന്ന്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണെന്ന്. അപ്പോൾ സർക്കുലാർ ലൂപ്പ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സർക്കുലാർ ലൂപ്പിനെ അത് വലുതായിട്ട് വണ്ണത്തിന് വരയ്ക്കാം. നോക്കൂ, ഇങ്ങനെ ഒരു സർക്കുലാർ ലൂപ്പ് ഇരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, കണ്ടോ? ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലാർ ലൂപ്പ് ഇരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതിൽ കൂടെ കറണ്ട് കയറ്റി ഇവിടെയാണ് സർക്കുലാർ ലൂപ്പിന്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ വലുതായിട്ട് വരച്ചത്. ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കറണ്ട് പോകുന്നത് എങ്ങനെ? ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവിടെ സൗത്ത് ആണ്. അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ വരയ്ക്കുന്ന ഈ എഡ്ജിനെ കണ്ടോ നിങ്ങൾ? ഈ എഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും? സൗത്ത് എഡ്ജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സൗത്ത് എഡ്ജ് ആയിരിക്കും. ഇനി നമ്മുടെ ഈ എഡ്ജ് കണ്ടോ നിങ്ങൾ? ഈ എഡ്ജിൻ്റെ ഇവിടെ നിന്ന് ഒരാൾ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കറണ്ട് എങ്ങനെ പോകും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ്ട് ഈ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? നോർത്ത് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് പോകുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. അപ്പോൾ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ ഒരു എഡ്ജ് നോർത്ത്, മറ്റത് സൗത്ത്. ഇത് രണ്ടും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിൻ്റെ കേസിൽ എന്താണ് എടുത്തത്? 2L എന്നോ 2A എന്നോ എടുത്തു. ഇവിടെ അതെന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് ആണ്. സോ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് ബിഹേവ്സ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് വിൽ ബിഹേവ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. മനസ്സിലായോ? ആയില്ലേ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇത് മൊത്തം സാധനം ഒന്നും കൂടെ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? So you have to prove that എന്താണ് സർക്കുലാർ ലൂപ്പ് ഓഫ് കറണ്ട് is equivalent to what? A magnetic dipole. അതെന്തിന് ഇക്വലൻ്റ് ആണെന്ന് പറയണം? മാഗ്നറ്റിക് ഡൈപോളിന് ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് ചെയ്യാം, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. സോ യു കൺസിഡർ എ സർക്കുലാർ ലൂപ്പ് ഓഫ് റേഡിയസ് R carrying a current I. Okay, P is a point on the axis at a distance x. Okay, what is a magnetic field here? Magnetic field is equal to μ0/4π 2 pi I r square divided by r square plus x square the whole raised to 3/2. This is a magnetic field at this point. You have studied. Then see, if R is very large compared to x, you eliminate this x square term. So what is a magnetic field? So magnetic field is equal to, tell me, μ0/4π 2 pi I r square divided by tell me, x square eliminated, so r square the whole raised to 3/2. It is r³. Am I right? Then pi r square is area of the loop. So you put it as A. So B is equal to μ0/4π 2 I. What is pi r square? It is area of the loop, then divided by r³. This is an equation for your current carrying circular loop. Any doubt? Now you have studied a similar equation just now. So what is it? Magnetic field on where? On the axial line of what? Axial line of magnet, short magnet. You have studied. What is it?
mu 0 by 4 pi, mu 0 by 4 pi, 2m divided by r cube. Small r you have studied. I am putting it as capital R. No problem. It is not a matter. You compare these two equations. Mu 0 by 4 pi, mu 0 by 4 pi. 2, then r cube, then m is here Ia. Instead of m, here we can find Ia. So these two equations are equivalent. So m is equivalent to Ia. ഇതാണ് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ കണ്ട കാര്യം. ഓക്കെ, മാഗ്നറ്റ് നിങ്ങൾക്ക് അറിയാം, മാഗ്നറ്റിന്റെ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ് എന്താണ്? മാഗ്നറ്റിന്റെ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ് നമുക്കറിയാം, ഇതാണ്. ഓക്കെ, ഷോർട്ട് മാഗ്നറ്റ് ആണെങ്കിൽ അതിന്റെ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ് നമുക്കറിയാം. നമ്മുടെ സർക്കുലർ ലൂപ്പിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും എന്തുപോലെ ഡൈപോൾ തന്നെ. അപ്പോൾ എന്താണ്? സർക്കുലർ ലൂപ്പ് carrying current is a magnetic dipole. So one edge of it is north, the other edge will be south. The distance between these two is the thickness of the ring. Am I right? See, you consider a magnet. How many poles are there? 2 poles. What are they? North and south. What is the distance between these two? It is 2l or 2a as per your convenience. Then here I am taking what? A ring carrying current. Okay, then one edge of it is north, so the other edge will be south. The distance between these two is the thickness of the ring. Am I right? So instead of 2a, what comes here? Thickness comes here. Okay, so current carrying circular loop behaves like a magnetic dipole. Okay, then what is its magnetic dipole moment? Dipole moment is equal to Ia. Dipole moment is equal to Ia. Any problem? Any magnetic dipole moment നിങ്ങൾ നോക്കണം. M is equal to Ia എന്നാണ് നമ്മുടെ equation. M is equal to Ia. Here current is a scalar quantity, but area is a vector. Area vector is vector. Am I right? So area is vector. This is scalar. So definitely M should be a vector. Okay, so it will have a direction. അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് സർക്കുലർ ലൂപ്പ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ സർക്കുലർ ലൂപ്പ് വളർന്നു വലുതായാൽ എന്തായി? നമ്മുടെ സോളിനോയിഡായി. ഇതിന്റെയൊക്കെ മൊമെന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സർക്കുലർ ലൂപ്പിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സർക്കുലർ ലൂപ്പ് വളർച്ച പൂർത്തിയാക്കിയാൽ എന്തായിട്ട് മാറും? നമ്മുടെ സോളിനോയിഡായിട്ട് മാറും. സർക്കുലർ ലൂപ്പ് വളർച്ച പൂർത്തിയായാൽ സോളിനോയിഡായിട്ട് മാറും. അപ്പോൾ സർക്കുലർ ലൂപ്പിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അപ്പോൾ ആ ആഗ്രഹം സോളിനോയിഡ് വഴി സാധിച്ചാലും കുഴപ്പമില്ലല്ലോ, സർക്കുലർ ലൂപ്പ് വലുതായതല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറണ്ടിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും സോളിനോയിഡ് കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും ഒരേ റൂൾ. ആ റൂളാണ് നമ്മുടെ ഏത് റൂൾ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് മൊമെന്റ് റൂൾ എന്നും പറയും. എന്താണ് പറയുക? മൊമെന്റ് റൂൾ എന്നും പറയും. അപ്പം നമ്മുടെ തമ്പ് റൂൾ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ എന്നുള്ളതാണ്. ഞാനിത് മൊത്തത്തിലൊന്ന് മാച്ച് കളയട്ടെ. മൊത്തത്തിൽ റൈസ് ചെയ്യാണ്. നോക്കൂ, എന്നിട്ട് നമുക്കിതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പറയൂ. കണ്ടുപിടിക്കാൻ പോകുന്നു. നമ്മുടെ സോളിനോയിഡിനെ എടുക്കാം. നോക്കൂ, സോളിനോയിഡ്. ഓക്കെ, സോളിനോയിഡാണ്. സർക്കുലർ ലൂപ്പോ സോളിനോയിഡ് എന്തെങ്കിലുമൊക്കെ പരിശോധിക്കും. ഇതിനെ നമുക്ക് ഏത് ഹാൻഡിൽ പിടിക്കാം? റൈറ്റ് ഹാൻഡിൽ പിടിക്കാം. പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. അപ്പോൾ പിടിക്കുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്? എവിടെയെങ്കിലും ഇട്ട് പിടിക്കരുത്. എന്താണ്? അതിൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ഈ ഫിംഗേഴ്സ്, തമ്പല്ല, ഈ ഫിംഗേഴ്സ്, ബാക്കി ഫിംഗേഴ്സ്. അപ്പോൾ ഇതിലിപ്പോൾ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ ഇതിലിങ്ങനെയാണ് കറണ്ട് കയറി പോകുന്നതെങ്കിൽ ആ ഡയറക്ഷനിൽ വേണം നിങ്ങളെ പിടി. അപ്പോൾ പിടിച്ചോ, ഇതിൽ റൈറ്റ് ഹാൻഡ് വെച്ച് പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. അപ്പോൾ പിടിക്കുകയാണ്, കണ്ടോ? നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാ പിടിച്ചു. ഇത് റൈറ്റ് ഹാൻഡ് ആണെന്ന് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാ പിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ കണ്ടോ, എൻ്റെ തമ്പിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അപ്പോൾ ഇതാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റൂൾ. കൊള്ളോ? ഇതെന്താണെന്ന് മനസ്സിലായില്ലല്ലേ? ഇപ്പം നമുക്ക് ഞാൻ വേറൊരു പിക്ചർ വരച്ച് കാണിക്കാൻ നമ്മൾ അന്തം വിട്ടു. ഇതെന്ത് സാധനമെന്നല്ലേ? ഇത് സോളിനോയിഡാണ്. ഓക്കെ,
ഇതിൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നിങ്ങൾ വരെ പിടിച്ചോ, ഇതാ പിടിക്കുന്നു, ഇങ്ങനെ പിടിച്ചോ. അപ്പം നമ്മുടെ ഫിംഗേഴ്സൊക്കെ കാണട്ടെ. ഓക്കെ, ഇതാ ഓക്കെ, ഞാൻ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, കണ്ടില്ലേ, പിടിച്ചു. ഓക്കെ, ഇനി തമ്പ് ഇങ്ങനെ ഇരിക്കണം. കണ്ടോ, ഇതാണ് തമ്പ്. കണ്ടോ, കുടുംബത്തിൽ പിറന്ന തള്ളവരലാണ്. നോക്കൂ, എന്നിട്ട് ഓക്കെ, ഇങ്ങനെ പിടിക്കുക, അങ്ങോട്ട് പിടിക്കുക. കണ്ടോ, ബാക്കി ഫിംഗേഴ്സൊക്കെ കറണ്ട് പോകുന്ന ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ബാക്കി ഫിംഗേഴ്സ് എല്ലാം കറണ്ട് പോകുന്ന ഡയറക്ഷനിലാണ്. ഈ തമ്പിനെ കണ്ടോ നിങ്ങൾ, ഈ തമ്പ് കാണിക്കുന്നത് എമ്മിൻ്റെ ഡയറക്ഷനാണ്. തമ്പ് കാണിക്കുന്നത് ആരാണ്? എമ്മിൻ്റെ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ തമ്പ് കാണിക്കുന്നത് എന്തിനെയാണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നമ്മുടെ സോളിനോയിഡിനെ എന്ത് ചെയ്യുക? ഒരൊറ്റ പിടിക്കുക, പിടിച്ചു, തമ്പ് ഇങ്ങോട്ട് കാണിക്കുക. അപ്പോൾ അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങോട്ടാണ് കറണ്ട് പോകുന്ന ആ ഡയറക്ഷനിൽ പിടിക്കുക. അപ്പോൾ സർക്കുലാർ ലൂപ്പ് ആണെങ്കിൽ അങ്ങനെ പിടിച്ചോ. സർക്കുലാർ ലൂപ്പിൽ കറണ്ട് പോകുന്ന ഇങ്ങനെ ഒറ്റ പിടി ഇങ്ങനെ പിടിച്ചോ, അങ്ങോട്ടാണ്. അപ്പം അങ്ങോട്ടാണ് എന്തോന്ന്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. നമ്മൾ നേരത്തെ ഏരിയ വെക്ടറും അങ്ങനെയല്ലേ എടുത്തേ. അപ്പം നോക്കൂ, എം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ നോക്കൂ. എം ഈസ് ഈക്വൽ ടു ഐ എ എന്നല്ലേ നമ്മൾ പഠിച്ച മക്കളെ. അപ്പോൾ ഇത് ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, എം ഇങ്ങനെയാണ്. നോക്കൂ, ഇപ്പോൾ കറണ്ട് സ്കെയിലറാണ്. ഇപ്പോൾ ഏരിയ വെക്ടർ എങ്ങോട്ടാണോ അങ്ങോട്ടേ വരൂ. ഇവിടുത്തെ കേസിലെ എമ്മും. അപ്പോൾ ഏരിയ വെക്ടർ എങ്ങോട്ട് വരുന്നോ അങ്ങോട്ടേ എമ്മും വരും. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ കേസിൽ ഇങ്ങനെ പിടിച്ചാൽ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, അപ്പോൾ എമ്മും അങ്ങോട്ടാണ്. അപ്പം മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും അങ്ങോട്ടാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ സോളിനോയിഡിൻ്റെ അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾ ഏത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓർ അതിനെ റൈറ്റ് ഹാൻഡ് മൊമെൻറ്റ് റൂൾ എന്ന് വേണമെങ്കിലും പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു സോളിനോയിഡ് എടുക്കാം. നമുക്കൊരു സോളിനോയിഡ് എടുക്കാം. സർക്കുലാർ ലൂപ്പ് വലുതായതല്ലേ സോളിനോയിഡ്. ഇതാണ് സോളിനോയിഡ്. ഓക്കെ, ഈ സോളിനോയിഡിൽ കൂടെ നിങ്ങളൊരു കറണ്ട് കയറ്റി വിട്ടോളൂ. കറണ്ട് കയറ്റി വിട്ടാൽ ഇതിൻ്റെ പോൾസ് എവിടെയൊക്കെ വരും? നമ്മളന്ന് തറവാടി സോളിനോയിഡിൻ്റെ ലക്ഷണങ്ങളൊക്കെ പഠിപ്പിച്ചു. എന്താണ് തറവാടി സോളിനോയിഡിനെ എങ്ങനെ കണ്ടാൽ മനസ്സിലാവും? കാശിനാഥേ, എങ്ങനെ മനസ്സിലാവും? തറവാടി സോളിനോയിഡ് എങ്ങനെ ഇരിക്കും? കാശിയെ പോലെ ഇരിക്കും ആണോ? അല്ല, തറവാടി സോളിനോയിഡ് എന്ന് പറയുന്നത് ലെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. അതിൻ്റെ സൈസും അതിൻ്റെ ഡയമീറ്ററുമായിട്ട് നോക്കുമ്പോൾ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. ടേൺസ് എല്ലാം വളരെ ക്ലോസ് ആയിരിക്കും. അങ്ങനെയാണ് തറവാടി സോളിനോയിഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾ കറണ്ട് കയറ്റി വിടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിത്തിരി വണ്ണത്തിന് ഇതിനെ വരയ്ക്കാം. അപ്പോൾ ഒരു സോളിനോയിഡിനെ ഞാനിത്തിരി വണ്ണത്തിൽ വരച്ച് കാണിക്കുകയാണ്. ഇതിൽ തന്നെ വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് വണ്ണത്തിന് വരച്ച് കാണിക്കുകയാണ്. കൺഫ്യൂസ് ചെയ്യരുത്. ഇതിൻ്റെ തിക്നെസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതിൽ കൂടെ ഇപ്പോൾ കറണ്ട് കയറി പോവാണ്. അപ്പോൾ കറണ്ട് കയറി പോകുന്നു. നിങ്ങൾ നോക്കൂ, ഈ കറണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി, ഇതിൽ കൂടെ ഇങ്ങനെ കയറി, വീണ്ടും ഇത് ഇറങ്ങി, ഇതിൽ കൂടെ കയറി ഇറങ്ങി, ഇതിൽ കൂടെ കയറി, ഇതിൽ നിന്ന് ഇറങ്ങി പോകും. ഓക്കെ, ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ വണ്ണത്തിനുള്ള നല്ല വണ്ണമുള്ള ഒരു ഇതെന്താണ്? സോളിനോയിഡ്. ഓക്കെ, ഒരു കമ്പിയാണ്. അപ്പോൾ ഇതൊരു കമ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോളിനോയിഡ്. സംശയമൊന്നുമില്ലല്ലോ. ഇതിൽ നമ്മൾ സോളിനോയിഡ് ആണെങ്കിൽ, തറവാടിയാണെങ്കിൽ എല്ലാ ടേൺസും ചേർന്നിരിക്കും. നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു ടേൺ എടുക്കുക, ഏതെങ്കിലും ഒരു ടേൺ എടുക്കുക. ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ? അപ്പോൾ ഇതാണ് ഒരു ടേൺ. ഓക്കെ, ഇതല്ലേ ഒരു ടേൺ. ഞാൻ എൻ്റെ വരച്ചിരിക്കുന്ന നോക്കൂ. അതിൻ്റെ ഇവിടെ നിന്ന് ഒരാൾ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് കയറി പോകുന്നത്. ഇങ്ങനെയാണ് കറണ്ട് കയറി പോകുന്ന ഡയറക്ഷൻ നിങ്ങൾ കാണുന്നത്. ഓക്കെ, കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, മനസ്സിലാവായിക്കൊന്നുമില്ല. ഇതാ കറണ്ട് പോകുന്നു, ഈ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു. കറണ്ട് പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരാൾ നോക്കി, അങ്ങോട്ട് നോക്കി. ഓക്കെ, നോക്കിയപ്പോൾ അയാൾ കാണുന്നത് കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ സൗത്ത്. ഓക്കെ, അയാൾ കാണുന്നതല്ലേ പറയാൻ പറ്റൂ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അയാൾ കണ്ടത്. ഇനി അപ്പോൾ ആ ആൾ ഇറങ്ങി ഇപ്പുറത്ത് വന്ന് നോക്കിയാലോ? നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ അയാൾ കറണ്ടിനെ എങ്ങനെ കാണും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? നോർത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇതായിരിക്കുന്നു, നിങ്ങളുടെ സോളിനോയിഡാണ്. നിങ്ങളുടെ സോളിനോയിഡിൻ്റെ നിങ്ങളുടെ സോളിനോയിഡിൻ്റെ ഇവിടം സൗത്ത്, ഇപ്പുറം നോർത്ത്. ഓക്കെ, ഇതാണ് ഒരു ടേൺ.
സോളിനോയിഡിൻ്റെ ഒരു ടേൺ ആണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു എഡ്ജ് സൗത്ത്, മറ്റേ എഡ്ജ് നോർത്ത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടം സൗത്ത്, ഈ എഡ്ജ് സൗത്ത്, ഇപ്പുറത്തെ എഡ്ജ് നോർത്ത്. ഇവിടം സൗത്ത്, ഇപ്പുറത്തെ എഡ്ജ് നോർത്ത്. ഇവിടം സൗത്ത് പറയും. ഇവിടെ കറണ്ട് പോകുന്നത് നോക്കണം. അടുത്ത ഏതിൽ തൊട്ടടുത്ത ടേൺ വരയ്ക്കാം. ഓക്കെ, സൗത്ത് നോർത്ത്, സൗത്ത് നോർത്ത്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ വരയ്ക്കട്ടെ. സൗത്ത് നോർത്ത്, സൗത്ത് നോർത്ത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കൂ, അടുത്തടുത്തുള്ള ടേൺസിനെ ശ്രദ്ധിച്ചാൽ അടുത്തടുത്തുള്ള ടേൺസിൻ്റെ ഇതിൻ്റെ ഈ സൗത്ത് ഈ നോർത്തിൽ തൊട്ടായിരിക്കും ഇരിക്കുന്നത്. ടേൺസ് ഇങ്ങനെ ചേർന്നല്ലേ ഇരിക്കുന്നത്. ഞാൻ ചേർത്തും കൂടെ വരച്ച് കാണിക്കാം. നിങ്ങൾ നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഇതൊരു സോളിനോയിഡാണ്, ഇത് ഒരു ടേണാണ്, ഇത് അടുത്ത ടേണാണ്. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. ഇത് അടുത്ത ടേണാണ്. എൻ്റെ തിക്നെസ് ഉൾപ്പെടെ ഞാൻ വരച്ചിരിക്കുകയാണ് ഓരോ ടേണിൻ്റെയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സോളിനോയിഡ് ആണല്ലോ. ഇതാണ് നമ്മുടെ സോളിനോയിഡ്. നിങ്ങൾ നോക്കൂ, ഇത് സൗത്ത് അല്ലേ, ഇവിടെ നോർത്ത് അല്ലേ, ഇതിൻ്റെ സൗത്ത് അല്ലേ, ഇത് ഇവിടെ നോർത്ത് അല്ലേ, ഇതിൻ്റെ സൗത്ത് അല്ലേ, ഇത് നോർത്ത് അല്ലേ, ഇതിൻ്റെ സൗത്ത് നോർത്ത്. അപ്പം നിങ്ങൾ നോക്കൂ, ഈ നോർത്തും ഈ സൗത്തും അല്ലേ തൊട്ടിരിക്കുന്നത്. ഇപ്പോഴും മനസ്സിലായില്ലേ? ഒന്നുകൂടെ മാറ്റി വരയ്ക്കണോ? ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. നിങ്ങൾ ഒരു കൺഫ്യൂഷൻ വരുത്തണ്ട. നോക്കൂ, ഞാൻ ഒന്നും കൂടെ ഇതിനെ മാറ്റി വരയ്ക്കാം. നിങ്ങൾ നോക്കൂ, സമാധാനമായിട്ട് നോക്കിയാൽ മതി. ഒരു ടെൻഷനും വേണ്ട. ഞാനൊരു സോളിനോയിഡിനെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഒരു സോളിനോയിഡ് ഇപ്പോൾ അതാ വരയ്ക്കാൻ പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഞാനങ്ങ് വരച്ച് വെച്ചു. അവിടെ ഇരിക്കട്ടെ. ഇതിനകത്തുള്ള ഓരോ ടേൺസിനെ ഇതിനകത്ത് വലുതായിട്ട് വരയ്ക്കാം. അതാ ഇവിടെ ഇരിക്കുന്ന ടേൺ കണ്ടോ, ഇത്രയുണ്ട്. അടുത്ത ടേൺ കണ്ടോ, അടുത്ത ടേൺ. ഓക്കെ, അടുത്ത ടേൺ, അടുത്ത ടേൺ. ഓക്കെ, ഇങ്ങനെ ടേൺസ് ചേർന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഇതിൽ കറണ്ട് പോയതൊക്കെ കണ്ടു. ഇപ്പം ഇവിടം ഈ ടേണിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടം സൗത്ത്, ഇവിടം നോർത്ത്. ഈ ടേണിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടം സൗത്ത്, ഇവിടം നോർത്ത്. ഈ ടേണിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടം സൗത്ത്, ഇവിടം നോർത്ത്. ഈ ടേണിൻ്റെ കാര്യം പറഞ്ഞാൽ സൗത്ത് നോർത്ത്. ഈ ടേൺ സൗത്ത് നോർത്ത്. ഈ ടേൺ സൗത്ത് നോർത്ത്. ഈ ടേൺ സൗത്ത് നോർത്ത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ നോർത്തും സൗത്തും മാഗ്നറ്റിക് ഡൈപോൾ ആണെങ്കിൽ അതിൻ്റെ നോർത്തിനും സൗത്തിനും ഒരേ എന്താണ്, പോൾ സ്ട്രെങ്ത് ആണ്. അപ്പം നിങ്ങളിവിടെ നോക്കൂ, ഈ നോർത്തും ഈ ടേണിൻ്റെ നോർത്തും തൊട്ടടുത്തിരിക്കുന്ന ടേണിൻ്റെ സൗത്തും കൂടെ ചേർന്നല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റും ക്യാൻസൽ ആവും. ഇവിടുത്തെ ഈ ടേണിൻ്റെ നോർത്തും സൗത്തും തൊട്ടിരിക്കുന്നു. ഇതിൻ്റെ നോർത്തും ഇപ്പുറത്തെ ടേണിൻ്റെ സൗത്തും തൊട്ടിരിക്കുന്നു. ഇവിടുത്തെ നോർത്തും ഇപ്പുറത്തെ ടേണിൻ്റെ സൗത്തും തൊട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം അങ്ങനെയാണ്. ഇടയ്ക്കെല്ലാം നോർത്തും അടുത്തടുത്തിരിക്കുന്ന ടേൺസിൻ്റെ നോർത്തും സൗത്തും തൊട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ എഫക്റ്റ് അങ്ങ് ക്യാൻസൽ ആവൂലേ. അപ്പോൾ ഈ ഇടയ്ക്ക് ഉള്ള പോൾസ് എല്ലാം അങ്ങ് ക്യാൻസലാവും. ഇതെല്ലാം അങ്ങ് ക്യാൻസലാവും, ഇടയ്ക്കുള്ളതെല്ലാം. ഇനി നിങ്ങൾ നോക്കുക, അപ്പോൾ ഈ എൻഡിൽ പിന്നെ ബാക്കി അവശേഷിക്കുന്ന ഒരു സൗത്ത്, ഇങ്ങേ എൻഡിൽ അവശേഷിക്കുന്നത് ഒരു നോർത്ത്. അതായത് ഈ സോളിനോയിഡിൻ്റെ ഒരെൻഡ് നോർത്തും മറ്റേ എൻഡ് എന്തുമായിട്ട് മാറും, സൗത്തും. ഇടയ്ക്കുള്ള പോൾസിൻ്റെ എന്താണ് പോൾ സ്ട്രെങ്തുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് അത് ക്യാൻസലാവും. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് എടുത്താൽ അതിൻ്റെ ഒരെൻഡ് നോർത്ത് ആയിരിക്കും, മറ്റേ എൻഡ് എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. ഓർത്ത് വയ്ക്കണം, ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് എടുത്താൽ അതിൻ്റെ ഒരെൻഡ് നോർത്ത്, മറ്റേ എൻഡ് സൗത്ത്. ഇടയ്ക്ക് എന്താണ്, അടുത്തടുത്തിരിക്കുന്ന ടേൺസിൻ്റെ നോർത്ത് സൗത്തും ടച്ച് ചെയ്യുന്നതുകൊണ്ട് എഫക്റ്റ് ക്യാൻസലാവും. അപ്പോൾ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ക്യാൻ ബിഹേവ് ലൈക്ക് എ magnetic dipole. One end is north, the other end is south. See, you consider a solenoid, a current carrying solenoid. See, this is one end. See, I am watching that end. The current at that end is clockwise, so that edge will be south. Okay, then see at the other end, see current will be anti-clockwise, that end will be north. Then what about the inside? What about the cases? In between the two ends, you consider any turn. See, north of one turn will touch the south of next turn. So their effects cancel. So in between, you cannot find any poles. You can find poles only at the ends. So one end will be north, the other will be south.
So your solenoid can behave like a magnetic dipole. Your solenoid can behave like a solenoid. Dipole. Your solenoid can behave like a solenoid. So once again, consider a current carrying solenoid. Okay, you consider a current carrying solenoid. Each turn will behave as a magnetic dipole. So one edge will be north, the other edge will be south. Then consider two neighboring turns. North of one turn will touch the south of next turn. So their effects cancel. So in between, no poles. Or there will be poles only at the ends. Okay, one end will be north, the other end will be south. So current carrying solenoid can behave like a magnetic dipole. Is it clear to you? You consider a current carrying solenoid. Then you consider a current carrying solenoid. Each turn behaves like a magnetic dipole. So one edge will be north, the other edge will be south. Then you consider two neighboring turns. North of one turn touches south of neighboring turn. So their effects cancel. So in between you cannot find any poles. There will be poles only at the ends. Okay, so one end north, the other end south. Thus your solenoid will definitely behave like what? Magnetic dipole. Is it clear? So solenoid, current carrying solenoid can behave like a what? Magnetic dipole. Its magnetic dipole moment can be found by using which law? Right hand thumb rule. Is it clear? നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. നമുക്ക് ഇത് മൊത്തത്തിൽ ഞാൻ റൈസ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കൂ. ഇതാണ്ട് നമ്മുടെ സോളിനോയിഡാണ്, കറണ്ട് ക്യാരിങ് സോളിനോയിഡാണ്. സി റൈറ്റ് ഹാൻഡ് വെച്ച് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, തമ്പ് അങ്ങോട്ടാണ് ഇരിക്കുന്നത്. സോ ദിസ് തമ്പ് ഈസ് ഗിവിംഗ് ദ ഡയറക്ഷൻ ഓഫ് എം. Thumb is giving the direction of magnetic dipole moment. Is it clear? നമുക്കിനി അടുത്തതിലേക്ക് പോവാം. നോക്കൂ, അടുത്തത് നോക്കിക്കോളൂ. മാപ്പിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാപ്പിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം നല്ല ചെവി കൊണ്ട് നല്ലതായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, നിങ്ങളുടെ എക്സാമിനൊന്നും ചോദിക്കില്ല. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് ആവശ്യമുള്ളത് ആ ഒരു കൊച്ചു പാർട്ട് മാത്രമാണ്. അത് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പക്ഷേ പറയാതെ നമുക്ക് വിട്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ജസ്റ്റ് കേട്ട് പോവുക. ഓക്കെ, ഇപ്പോൾ മാപ്പിംഗ് എങ്ങനെയെന്ന് പറയാം. നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നു. ഓക്കെ, ഒരു വൈറ്റ് പേപ്പർ ആദ്യം എടുക്കണം. ഒരു വൈറ്റ് ഷീറ്റ്. ഓക്കെ, ഒരു വൈറ്റ് ഷീറ്റ്. ഇതിനകത്ത് നോർത്ത് എന്നും സൗത്ത് എന്നും ഈസ്റ്റ് എന്നും വെസ്റ്റ് എന്നും അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇത്രയും നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോമ്പസ് നീഡിൽ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യാനുള്ള ജോലി ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ കൊണ്ടുപോകും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാഗ്നറ്റിക് നീഡിൽ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ എടുത്തുകൊണ്ട് വരിക. അതിന് മുമ്പ് നിങ്ങൾ ഈ പേപ്പറിനെ ഒരു ടേബിളിൽ വയ്ക്കണം. പേപ്പറിന് ടേബിളിൽ വെച്ചിട്ട് നിങ്ങളുടെ റൂമിലെ അച്ഛൻ്റെ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, റൂമിൻ്റെ നോർത്ത് സൗത്ത് ഒക്കെ എവിടെയാണെന്ന്. അപ്പോൾ അതനുസരിച്ച് വേണം ഈ പേപ്പർ വയ്ക്കാൻ. അപ്പോൾ പേപ്പറിനെ ടേബിളിൻ്റെ പുറത്ത് വെച്ചു. നോർത്ത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് പേപ്പറിൻ്റെ ഈ നോർത്ത്, സൗത്ത് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് സൗത്ത്, ഈസ്റ്റ്, അതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഒരു കോമ്പസ് നീഡിലെടുത്ത് ഇവിടെ വയ്ക്കുക. ഇപ്പോൾ ഒരു കോമ്പസ് നീഡിലെടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, ഇപ്പം ഈ കോമ്പസ് നീഡിലെടുത്ത് ഇവിടെ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കോമ്പസ് നീഡിൽ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. അപ്പം നിങ്ങൾ വിചാരിച്ച പോലെയല്ല, കോമ്പസ് നീഡിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെയാണ് നിന്നത്. ഓക്കെ, കോമ്പസ് നീഡിൽ ഇങ്ങനെയാണ് കാണിച്ചു തന്നത്. അപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പേപ്പറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. പേപ്പറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ഈ ഡയറക്ഷനിലാക്കുക. അപ്പോൾ നോർത്ത്, നിങ്ങളുടെ ഈ പേപ്പറിൻ്റെ നോർത്തില്ലേ, ഈ ലെവലിൽ കൊണ്ടുവയ്ക്കുക. സൗത്ത് ഇവിടെ വയ്ക്കുക. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വെച്ചോളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? കറക്റ്റായിട്ട് മാഗ്നറ്റ് കാണിച്ചു തന്ന രീതിയിൽ പേപ്പറിനെ സെറ്റ് ചെയ്തു. അത് നിങ്ങളെ കൊണ്ടുവെക്കുമല്ലോ. ആവശ്യമില്ലാതെ ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു പേപ്പറിനകത്ത് നോർത്ത് സൗത്ത് ഈസ്റ്റും വെസ്റ്റും മാർക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ടുവെക്കൂലേ. എന്നിട്ട് അത് റൂമിൽ ചുമ്മാ ഒരു ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു കോമ്പസ് നീഡിൽ എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. കോമ്പസ് നീഡിൽ നോർത്തും സൗത്തും ഒറിജിനൽ കാണിച്ചു തരും. ആ ഡയറക്ഷനിൽ കറക്റ്റ് പേപ്പർ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്യാമല്ലോ. ഇത്രയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ആദ്യം ചെയ്ത ജോലി. ഓക്കെ, ഇനി അപ്പം ഞാൻ ഒന്നും കൂടെ ആ സെക്ഷൻ കാണിക്കാം. നിങ്ങൾ നോക്കൂ, ഇത് എറൈസ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ നോക്കൂ.
അപ്പം നമ്മുടെ പേപ്പർ ഓക്കെ, നമ്മുടെ പേപ്പറിൽ ഇതാ ഇങ്ങനെ ലൈൻസ് ഉണ്ട്. നോർത്ത് സൗത്ത് ഒക്കെ ഷാർപ്പായിട്ട് നമ്മൾ വെച്ചതാണ്. ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എർത്തിൻ്റെ നോർത്താണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ബാർ മാഗ്നറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കറക്റ്റ് സെൻട്രലൈസ് ചെയ്ത് വയ്ക്കണം. അതാ ഇങ്ങനെ വയ്ക്കണം. ആ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് ഇവിടെ ആയിരിക്കണം, സൗത്ത് ഇവിടെ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് എർത്തിൻ്റെ നോർത്തിനെ നോക്കിയിരിക്കുകയല്ലേ. അപ്പം നമ്മൾ പറയും നോർത്ത് പോൾ പോയിന്റിങ് നോർത്ത് എന്ന് പറയും. നോർത്ത് പോൾ പോയിന്റിങ് നോർത്ത് ഓഫ് എർത്ത്. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? നോർത്ത് പോൾ പോയിന്റിങ് നോർത്ത് ഓഫ് എർത്ത്. അപ്പോൾ നോർത്ത് പോൾ ഓഫ് ബാർ മാഗ്നറ്റ് പോയിന്റിങ് നോർത്ത് ഓഫ് എർത്ത്. ഈ രീതിയിൽ വയ്ക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെല്ലോ വെച്ചു. ഇനി നമ്മൾ നമ്മുടെ കോമ്പസ് നീഡിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെന്ന് പറയുന്നത് ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ലൈനാണ്. ഓക്കെ, ഈ ആക്സിയൽ ലൈൻ ഇതാണ്. ഇതേത് ലൈനാണ്? ഇക്വറ്റോറിയൽ ലൈനാണ്. നിങ്ങളുടെ കോമ്പസ് നീഡിലിനെ ഇക്വറ്റോറിയൽ ലൈനിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് അത് കാണിക്കുന്നത് നോക്കിക്കോണേ. അത് കാണിക്കുന്നത് താണ്ട് ഇങ്ങനെയാണ്. കണ്ടോ? ഇങ്ങനെ നിൽക്കും. കോമ്പസ് നീഡിലിനെ കൊണ്ടുവച്ചാൽ ഈ മാഗ്നറ്റിനെ പാരലായിട്ടാണ് നിൽക്കൂ. അതിനകത്ത് അത്ഭുത സംഭവമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ ഈ ഇക്വറ്റോറിയൽ ലൈൻ വഴി ഇങ്ങോട്ട് നീക്കിക്കൊണ്ട് വരുമ്പം ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവ ഇങ്ങനെ ഈ നീഡിൽ ഇങ്ങനെ അനങ്ങിയിട്ട് ശകലം കൂടെ ഒന്ന് അനക്കുമ്പോഴത്തേക്ക് അവൻ ഒരൊറ്റ കറക്കം കറങ്ങും. അപ്പം നിങ്ങളുടെ മാഗ്നറ്റിക് നീഡിൽ ഒരൊറ്റ കറക്കം കറങ്ങും. മനസ്സിലായില്ലേ? എങ്ങോട്ട് നിൽക്കണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. അതാണ് ഈ കറങ്ങിക്കൊണ്ടിരുന്നത്. നേരത്തെ മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഇപ്പോൾ ഒരൊറ്റ കറക്കം കറങ്ങി. ഇത്രയും ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവ ഇങ്ങനെ ചുമ്മാ നടന്ന് കറങ്ങിയപ്പോഴത്തേക്ക് നമുക്കൊരു കൺഫ്യൂഷൻ, എങ്ങോട്ടാണ് നോർത്ത് സൗത്ത് എന്ന് അവൻ അറിയാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ഇപ്പം നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നൾ പോയിന്റ് ആണ്. നിങ്ങളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? നൾ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ആണ്. നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തോന്നാണ്? നൾ പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ആണ്. നമുക്കിവിടെ കിട്ടുന്നത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡാണ് നമ്മുടെ ഈ റൂമിൽ കിട്ടുന്നത്. ഇനി ഈ ബാർ മാഗ്നറ്റിൻ്റെ ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ബാർ മാഗ്നറ്റ് കാരണം ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡും നമ്മുടെ എർത്തിൻ്റെ ഫീൽഡും ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് വരുന്ന പോയിന്റാണ് ഇത്. അവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഇതാണ് എൻ്റെ ആദ്യത്തെ നൾ പോയിന്റ്. ഒരു കുന്തോ മനസ്സിലായില്ല? ബാർ മാഗ്നറ്റ് എന്ന് മനസ്സിലായി. ഈ ബാർ മാഗ്നറ്റിന്റെ ഇക്വറ്റോറിയൽ ലൈനാണ് ഇതെന്ന് മനസ്സിലായില്ലേ? ആ ഇക്വറ്റോറിയൽ ലൈനിൽ ബാർ മാഗ്നറ്റ് കാരണം ഒരു ഫീൽഡ് ഉണ്ടാവും എന്ന് അറിഞ്ഞൂടെ? അറിയാം. അപ്പൊ ഈ ബാർ മാഗ്നറ്റ് കാരണം ഇക്വറ്റോറിയൽ ലൈനിൽ ഈ പോയിന്റിൽ ഒരു ഫീൽഡ് ഒക്കെ ഉണ്ടാവും. ഇനി ആ പോയിന്റിൽ എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡും ഇല്ലേ? ഈ രണ്ട് ഫീൽഡുകളും ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് വരുന്ന ഒരു പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൊണ്ട് പറ്റും. ആ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങളുടെ കോമ്പസ് നീഡിൽ വെട്ടിക്കറങ്ങും. ഓക്കെ, ഒന്നുകൂടെ പറയാം. സേ, ഇത് ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റിന്റെ നോർത്ത് എർത്തിന്റെ നോർത്തിൽ നോക്കിയിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ഇക്വറ്റോറിയൽ ലൈനാണിത്. ഇക്വറ്റോറിയൽ ലൈനിൽ നിങ്ങളുടെ കോമ്പസ് നീഡിലിനെ എടുത്ത് വെച്ചപ്പോൾ അതിങ്ങനെ പാരലായിട്ട് നിൽക്കുന്നു ബാർ മാഗ്നറ്റിന്. ഇനി നമ്മൾ ഈ ലൈനിൽ കൂടെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൻ വെട്ടി ഒരൊറ്റ കറങ്ങും. അപ്പം മനസ്സിലാക്കണം, അവന് ഡയറക്ഷൻ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡും ഈ ബാർ മാഗ്നറ്റ് കാരണം ഈ പോയിന്റിലുണ്ടായ ഇക്വറ്റോറിയൽ ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പോയിന്റിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൾ പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ്. അപ്പോൾ എന്താണ് നൾ പോയിന്റ് ഓർ ന്യൂട്രൽ പോയിന്റ്? ഇറ്റ് ഈസ് എ പോയിന്റ് വെയർ ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ബാർ മാഗ്നറ്റ് and magnetic field due to Earth's horizontal field. So Earth's horizontal field are equal and opposite. So the net magnetic field is 0. So magnetic needle can stand in any direction. It rotates at that point. So you located your first null point. So once again, see what is the significance of this point? At this point there will be a magnetic field due to your magnet. Then at this point
there will be a magnetic field, there will be a horizontal magnetic field due to earth. Okay, so these two are equal and opposite at this point. So the net magnetic field at that point is 0. Similarly, here also you can find a null point. So on the equatorial line, at this side also you can find a null point. So how many null points you can locate? 2 null points. Where? On equatorial line. So listen properly. നമ്മൾ ഇതിന്ന് ഓർത്തിരിക്കാനുള്ള കാര്യം, നോർത്ത് പോൾ പോയിന്റിംഗ് നോർത്ത് ആണ്. എന്താണ്? നോർത്ത് പോൾ പോയിന്റിംഗ് നോർത്ത് ആണ്. നോർത്ത് പോൾ പോയിന്റിംഗ് നോർത്ത് ആണെങ്കിൽ എവിടെയാണ് നൾ പോയിന്റ് കിട്ടുക? ഇക്വറ്റോറിയൽ ലൈനിൽ. എവിടെയാണ്? ഇക്വറ്റോറിയൽ ലൈനിൽ നൾ പോയിന്റ് കിട്ടും. അവിടെ എന്തെല്ലാം ഈക്വൽ ആയിട്ട് വരും? എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡും പറയും. എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ BH നമ്മൾ എഴുതും. എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡും ഈ ബാർ മാഗ്നറ്റിന്റെ ഇക്വറ്റോറിയൽ ഫീൽഡും. ബാർ മാഗ്നറ്റിന്റെ ഇക്വറ്റോറിയൽ ഫീൽഡ് എന്താണ്? പറയും μ0/4π പറയും m/r³. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് വരുന്ന പോയിന്റ് ആണ് ഏത്? നൾ പോയിന്റ്. മനസ്സിലായോ? അപ്പം നൾ പോയിന്റിന്റെ പ്രത്യേകത പറ. ഏതൊക്കെ ഈക്വൽ? ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡും പറയും എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡും ഈക്വൽ. അപ്പോൾ ഏതൊക്കെയാ? പറയും എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ BH. ഇനി ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0/4π m/r³. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഈ പോയിന്റ്സിനെ പറയുന്ന പേരാണ് നൾ പോയിന്റ്. സോ വാട്ട് ആർ നൾ പോയിന്റ്സ്? Null point is a point where net magnetic field is 0. Magnetic field due to Earth's field, magnetic field due to bar magnet and Earth's horizontal field are equal and opposite. So the net magnetic field will be 0 at null point. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. നമ്മുടെ നോക്കൂ, ഞാനിപ്പോൾ ഇതിനെ അങ്ങ് വായിച്ചു കളയാം. നിങ്ങൾ നോക്ക്, ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കണം. ഇത് നമ്മുടെ ബാർ മാഗ്നറ്റ് ആണ്. ഇത് നോർത്ത്, ഇത് സൗത്ത്. നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ഞാൻ പറഞ്ഞു തരണം. കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ കണ്ടതാണ്. ഇതിൻ്റെ അടുത്തൊരു കോമ്പസ് നീഡിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവൻ ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ ഈ പേപ്പറിൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഇനി അടുത്തത് നമ്മൾ ഇവിടെ കോമ്പസ് നീഡിലിനെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവൻ ഇങ്ങനെ കാണിച്ചു തരും. അപ്പം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ എവിടെ എത്തും? സൗത്തിൽ. ഇനി ഈ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഇനി അതിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ലൊക്കേറ്റ് ചെയ്ത് വീണ്ടും ഫീൽഡ് ലൈൻസ് വരയ്ക്കും. ഇവിടെ വെച്ചിട്ട് വരയ്ക്കും. ഈ രീതിയിൽ ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പാണ് ഈ കിട്ടിയിരിക്കുന്നത്. കൊള്ളാമോ? അപ്പോൾ ഈ ഷേപ്പ് കണ്ടാൽ തിരിച്ചറിയണം. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് കണ്ടാൽ ഇത് നോർത്ത് പോൾ പോയിന്റിംഗ് നോർത്ത് ആണോ, നോർത്ത് പോൾ പോയിന്റിംഗ് സൗത്ത് ആണോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടുത്തെ ഷേപ്പ് നിങ്ങളൊന്ന് നോക്കിയേ. എന്താണ് അവിടുത്തെ ആ ഷേപ്പിൻ്റെ ഇത് നോക്കൂ. എന്താണ് ഷേപ്പ്? കണ്ടില്ലേ? ആ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഷേപ്പ് ഉണ്ടോ? നമ്മുടെ പോലെ തരാരാര. അപ്പം അയാൾ ഡാൻസിൻ്റെ ആ ഷേപ്പ്, ആ എൻ്റെ കയ്യിരിക്കുന്ന ആ ഷേപ്പിലല്ലേ ഫീൽഡ് ലൈൻസ്? കണ്ടില്ലേ? മേലോട്ടും താഴോട്ടും പിന്നെ സൈഡിലോട്ടുള്ള ഈ ഷേപ്പ് കണ്ടാൽ യു ജസ്റ്റ് ഐഡൻറ്റിഫൈ. സോ വാട്ട് ഈസ് ദിസ് ഫിഗർ? It is a mapping of magnetic field lines with the north pole pointing north. അത്ര മാത്രം ഓർക്കുക. See, null point. Where can you get the null point? On the equatorial line. On the equatorial line, at a null point, Earth's horizontal field and magnetic field due to bar magnet become equal and opposite. So net magnetic field will be 0. So magnetic needle will rotate. It can stand in any direction. Is it clear? അടുത്തേക്ക് പോവാം. അടുത്ത് നമ്മൾ മാപ്പിംഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നോർത്ത് പോൾ പോയിന്റിങ് സൗത്ത് ആണ്. ഒന്നുമില്ല, നമ്മുടെ പേപ്പറൊക്കെ എടുക്കുക. പേപ്പർ എടുത്തു. പേപ്പറിൽ എർത്തിൻ്റെ നോർത്ത് സൗത്ത് നമ്മുടെ റൂമിൽ, പിന്നെ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്തു. ഇവിടെ ലൈൻസ് ഒക്കെ വരച്ചു. പെട്ടെന്ന് പറഞ്ഞു പോയാണ്. ഇനി നമ്മുടെ എന്താ ചെയ്തേ? നമ്മുടെ മാഗ്നറ്റിക് നീഡിലെടുത്ത് സെൻറ്ററിൽ വെച്ചു, കറക്റ്റ് ചെയ്തു. പേപ്പർ കറക്റ്റായിട്ട് ടേബിളിൻ്റെ പുറത്ത് ലൊക്കേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ബാർ മാഗ്നറ്റ് എടുത്ത് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ ബാർ മാഗ്നറ്റ് എടുത്ത് ഇങ്ങനെ വയ്ക്കണം. ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് ഇവിടെ വേണം, സൗത്ത് ഇവിടെ വരണം. നിങ്ങളിപ്പോൾ നോക്കൂ, നോർത്ത് ആരെ നോക്കിയിരിക്കുകയാണ്? എർത്തിൻ്റെ സൗത്തിനെ നോക്കിയിരിക്കുകയല്ലേ? അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. നോർത്ത് ഇവിടെയാണ് വരച്ചത്. അപ്പോൾ ഇത് നോർത്ത് പോൾ പോയിന്റിങ് സൗത്ത് ആണ്. നോർത്ത് പോൾ പോയിന്റിങ് സൗത്ത് ഓഫ് എർത്ത്. എന്നിട്ട് നേരത്തെ ഉള്ളതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഈ നോർത്തിൻ്റെ അടുത്ത് കോമ്പസ് നീഡിൽ കൊണ്ടുവയ്ക്കുക. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ വരയ്ക്കാം.
ഇനി നമ്മൾ നൾ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. നൾ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. നോക്ക്, സമാധാനമായിട്ട് നോക്കിയാൽ മതി. ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നമ്മുടെ ബാർ മാഗ്നറ്റ് ഇതായിരിക്കുന്നു. ഓക്കെ, ഇത് നോർത്ത്, അപ്പുറം സൗത്ത്. ഓക്കെ, ഇത് ആക്സിയൽ ലൈൻ, ഇതെന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൈൻ. ഇവിടെ നിങ്ങൾക്ക് നൾ പോയിന്റ് കിട്ടുന്നത് എവിടെയായിരിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ നൾ പോയിന്റ് കിട്ടുന്നത് ഈ ആക്സിയൽ ലൈനിലായിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഒരു നൾ പോയിന്റ് കിട്ടുക. ഓക്കെ, അതേപോലെ ഇപ്പുറത്തായിരിക്കും അടുത്ത നൾ പോയിന്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ എവിടെ നൾ പോയിന്റ് കിട്ടുമെന്ന് മാത്രം ഓർക്കുക. എവിടെ നൾ പോയിന്റ് വിൽ ബി where? Null point where? On axial line. Axial line. ഓക്കെ, നേരത്തെ എവിടെയായിരുന്നു? നോർത്ത് പോൾ പോയിന്റിങ് നോർത്ത് ആയപ്പോഴോ ഇക്വറ്റോറിയൽ ലൈൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന എവിടെയാണ്? ആക്സിയലിലാണ്. അപ്പോൾ അവിടെ നൾ പോയിന്റിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി 0. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റ് ആൻഡ് എർത്ത് ഹൊറിസോണ്ടൽ ഫീൽഡ് ആർ ഈക്വൽ. അല്ലേ? നിങ്ങൾ തന്നെ പറയൂ, ഇതിൻ്റെ ആൻസർ പറയൂ. എർത്ത് ഹൊറിസോണ്ടൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആക്സിയൽ പോയിന്റ് അല്ലേ? ആക്സിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര? μ0/4π 2m/r³. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ ഇക്വേഷൻ എഴുതാം. ദീസ് ടു ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെയർ? അറ്റ് നൾ പോയിന്റ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് നൾ പോയിന്റ് വിൽ ബി 0. എന്തെങ്കിലും പ്രയാസമുണ്ടോ? സോ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. വെയർ ക്യാൻ യു ഗെറ്റ് ദ നൾ പോയിന്റ്? Null point will be on axial line. So at a null point, net magnetic field will be 0. Magnetic field, Earth's horizontal field and magnetic field due to bar magnet are equal and opposite. So net magnetic field at a null point will be 0. Is it clear? ഇനി അവിടെ Earth's horizontal field BH, magnetic field due to magnet μ0/4π 2m/r³. Is it clear? ഇത്രയും പോരെ എന്നാ? അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. So we meet in the next class. ടാറ്റാ.